മരിയ തുറക്ക് മരിയ. ലിഡിയ മോളെ. മരിയ തുറക്ക് മോളെ. ലിഡിയ സാരല്ലോട്ടോ, ഒന്നുമില്ല. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സത്യമായിട്ട് മുറിയിലാരും വന്നു മമ്മി. മക്കള് സ്വപ്നം കണ്ടതാ. ഫ്രെഡി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അവരുടെ ഓരോ നിമിഷത്തിൻ്റെ വിലയും അവർക്ക് മനസ്സിലാകുന്നില്ല ഫ്രെഡി. എന്നെ കബളിപ്പിച്ച് അവരുടെ സമയം കളയുവാനാണ് അവർ ശ്രമിക്കുന്നത്. അവരോടുള്ള എൻ്റെ ബഹുമാനം പോകുന്നു. അവരെ ഞാൻ വെറുത്തു തുടങ്ങുന്നു. എനിക്ക് വേണ്ടത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്കതിന് സാധിച്ചില്ലെങ്കിൽ നമുക്കും അവരെ വേണ്ട. ഇവിടെ അന്തരീക്ഷം മാറുകയാണ്. നാട്ടിലെങ്ങും പകർച്ചപ്പനി പടരാൻ തുടങ്ങിയിരിക്കുന്നു. നീ എന്നാണ് വരുന്നത്? എനിക്ക് ഭയമാവുന്നുണ്ട്. നാട്ടിൽ ഒരുപാട് പേർ മരിച്ചു വീഴുന്നുവെന്ന് കേൾക്കുന്നു. പള്ളി സെമിത്തേരിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ തൊട്ടരികെയാണ് ഇപ്പോൾ ആളുകളെ അടക്കുന്നത്. ഫ്രെഡി, നമ്മുടെ പുതിയ അതിഥികളിൽ ഒരാൾക്കും പനി തുടങ്ങിയിട്ടുണ്ട്. നീ വേഗം വാ ഫ്രെഡി. പൊള്ളുന്ന പനിയാ, ചൂട് കൂടിക്കൂടി വരുക. തൽക്കാലം വീട്ടിൽ പോയിക്കോളൂ. നമ്പർ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. അതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടുത്തെ അച്ഛനെ ഒന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലോ? എന്നിട്ട് അസുഖം മാറാൻ പ്രാർത്ഥിച്ചാൽ മതിയാവും. അല്ലാതെ നമുക്ക് എന്താ വേറെ ചെയ്യാൻ പറ്റുക? DC, നീ യുക്തിക്ക് നിരക്കുന്നതാണോ ഈ പറയുന്നത്? അതിന് നമ്മുടെ ചുറ്റും അങ്ങനത്തെ കാര്യങ്ങളാണോ നടക്കുന്നത്? സാധാരണ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ അടുത്തുള്ളവരോടും ഇടവകയിലേക്കൊന്ന് ചോദിക്കുന്നത് സാമാന്യ ബോധമാണ്, അല്ലേ? അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പഠിപ്പിച്ചല്ല, ചോദിച്ചു പോയതാണ്. അത് അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സംഭവിച്ചു പോയതാച്ചോ. ജോണേ, സഭയിൽ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇതുപോലൊരു സംഭവം രൂപതയിൽ അറിയിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ അതിനെക്കുറിച്ച് അറിവുള്ള കുറച്ച് അച്ഛന്മാരെ ഏൽപ്പിക്കും. അവരിതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അവരാണ് എക്സോസിസം ചെയ്യേണ്ടത് ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴേക്കും സമയം കൊടുക്കും. എൻ്റെ ഭാര്യ വീട്ടിൽ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അച്ഛൻ വരും, മോന് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ്റെ അസുഖം മാറും. ആ ഒരു പ്രതീക്ഷ മാത്രമുള്ള അച്ഛൻ. എന്താ പേരെ കിട്ടിയോ? അച്ഛാ, നമ്മുടെ രജിസ്റ്റർ മുഴുവൻ പരത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഫ്രെഡിന്ന് പേരായിട്ടുള്ള ആരും നമ്മുടെ ഇടവകയിൽ അക്കാലത്തുള്ളതായിട്ട് രജിസ്റ്ററിലൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിൽ കുറച്ച് പേര് ഫ്രെഡിന്നാണ്. അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, കപ്പേർ ഒന്നും കൂടി മൊത്തത്തിലൊന്നും തപ്പ്. ശരി അച്ഛൻ. ശരി. ഹലോ.
ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരു വലിയ വീട്ടിൽ തോമസ്, അയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു മിസ്റ്റർ ജോൺ. ആൾ വക്കീലാണെന്നാണ് പറഞ്ഞത്. അവരുടെ മകന്റെ പനിയുടെ കാര്യമായി ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു. ആ അറിയാം. പയ്യന്റെ ബ്ലഡ് സാമ്പിൾസ് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? ഒരു പാൻഡമിക് പേടിയുണ്ട് ഞങ്ങൾക്ക്. സിംറ്റംസ് കോളറ പോലെയാണ്. പക്ഷെ അതല്ല, വേറെ എന്തോ ആണ്. എന്താ ചേച്ചി, ബട്ടർഫ്ലൈ ആണോ? എന്തായാലും സാമ്പിൾസ് ഞാൻ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട്സ് വരും. ഞാനിപ്പോൾ വിളിച്ചത് അത്തരമൊരു സംശയമുള്ളതുകൊണ്ട് ഒരു 3 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് ആരും പോവരുതെന്ന് പറയാനാണ്. ആ ശരി. ഞാൻ പഞ്ചായത്തിൽ വിളിച്ചിരുന്നു. അപ്പോൾ അവരാണ് ഇവിടെയും കൂടി ഒന്ന് അറിയിക്കാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത്. ശരി. ജോണേ, ഇന്നെനിക്ക് വരാനൊരു അസൗകര്യമുണ്ട്. അത്യാവശ്യമായിട്ട് കത്രിയുടെ പള്ളി വരെ ഒന്ന് പോകണം. പിന്നെ ഫ്രെഡിയെക്കുറിച്ചും റോസിനെക്കുറിച്ചും എന്തെങ്കിലും രേഖ പള്ളിയിലുണ്ടെങ്കിൽ ഞാൻ ജോണിനെ വിളിച്ച് അറിയിക്കാം. ജോണിപ്പച്ചല്ലേ? ജോണെ, ഞാൻ വരാം. ജോണിപ്പച്ചല്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കണം.